നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആയുഷിൽ ഇടം നൽകണം. ധർണയുമായി കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ. പാരമ്പര്യ നാട്ടുവൈദ്യ കളരി മർമ്മ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നും ആവശ്യം. തൊഴിലാളികൾക്ക് മിനിമം വേതനവും ഉറപ്പാക്കണം. ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടത്ത്. കണ്ണൂരിലെ എക്സൈസ് പരിശോധനയിൽ യുവാവും യുവതിയും കുടുങ്ങി. പ്രതികൾ പിടിയിലായത് കുറുവയിൽ നിന്നും. കൈവശം വൻതോതിലുള്ള MDMAയും ന്യൂജൻ ലഹരിയും. തൊഴിലാളി വിരുദ്ധ നടപടികൾ. പ്രതിഷേധവുമായി ബാങ്ക് ജീവനക്കാർ. വഞ്ചനാ ദിനത്തിൽ ശാഖകൾക്ക് മുന്നിൽ ധർണ നടത്തി. ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാതിയിന്മേൽ തീർപ്പ് വേണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുപാരമ്പര്യ വൈദ്യ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ CITU ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക, പാരമ്പര്യ നാട്ടുവൈദ്യ കളരിമർമ്മ സിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക, ആയുർവേദ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേജസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. നാട്ടുപാരമ്പര്യ വൈദ്യത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്ന് വന്നിരുന്ന പൂർവികർ നേടിത്തന്ന സൗകര്യങ്ങൾ അതേപടി നിലനിർത്താൻ സാധിക്കാത്ത വിധമുള്ള നിയമ ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിനകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പാരമ്പര്യ വൈദ്യന്മാരുടെ സമരം നടക്കുന്നതെന്ന് അരക്കൻ ബാലൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മുൻ തലമുറ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നേടിത്തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതേപടി നിലനിർത്താൻ സാധിക്കാത്ത വിധമുള്ള നിയമ ഭേദഗതികളാണ് രാജ്യത്തിന്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയും പോലെ 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 52 വരെയുള്ള 5 വർഷക്കാലമാണ് രാജ്യത്തിന്റെ അകത്ത് നിരവധി സേവന വേതന വ്യവസ്ഥകളും സാമൂഹ്യ സുരക്ഷിതത്വവും നൽകാൻ ആവശ്യമായ നിയമനിർമ്മാണം വന്നത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ബോണസ് വന്നത്, കാറ്ററിംഗ് വന്നത്, ജീവിതവയസ് വന്നത്, ESI വന്നത്, പ്രോബ്ലം ഫണ്ട് വന്നത്, ഗ്രാറ്റുവിറ്റി വന്നത്, പിരിച്ചുവിടൽ വേതനം വന്നത്, തൊഴിൽ തർക്ക നിയമം വന്നത്. ഇതെല്ലാം 5 വർഷക്കാലം എനിക്ക് നിങ്ങൾക്ക് മുൻതലമുറ വലിയ ധീരോദാത്തമായ പോരാട്ടം നടത്തി നമുക്ക് നേടിത്തന്ന സൗകര്യമാണ്. രാമചന്ദ്രൻ ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു. KATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വൈദ്യർ അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ഗുരുക്കൾ, ഭാസ്കരൻ വൈദ്യർ, ഷീല വൈദ്യർ, സദാശിവൻ ഗുരുക്കൾ, സുബേർ ഗുരുക്കൾ, ഉത്തമൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദേശാഭിമാനി ലേഖകൻ മരണമടഞ്ഞു. ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ ലേഖകൻ മട്ടന്നൂർ ചാവശ്ശേരി കായലൂരിലെ ശ്രീനിലയത്തിൽ രാകേഷ് കായലൂരാണ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. ഞായറാഴ്ച രാത്രി 9 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കോടതിക്ക് സമീപത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് രാകേഷിന് പരിക്കേറ്റത്. കടയിൽ നിന്ന് സാധനം വാങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ടോറസ് ചരക്ക് ലോറിയിടിച്ച് രാകേഷിനെ പരിക്കേൽക്കുന്നത്. ഗുരുതര പരിക്കേറ്റ രാകേഷിനെ കണ്ണൂർ AKG ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ ചാല മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച രാത്രി 7:30 അന്ത്യം സംഭവിക്കുകയായിരുന്നു. ദീർഘകാലം ദേശാഭിമാനി മട്ടന്നൂർ ഏരിയ ലേഖകനായിരുന്നു. 2008 കണ്ണൂർ ദേശാഭിമാനിയിൽ പ്രൂഫ് റീഡറായി. ദേശാഭിമാനി കാസർഗോഡ് ബ്യൂറോയിലും റിപ്പോർട്ടറായി പ്രവർത്തിച്ചു. EP ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു രാകേഷ് കായലൂർ. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കീഴിലെ ഗ്രന്ഥശാലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സംഗമം കണ്ണൂരിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറി ഉള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂര്. ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി ജില്ലയിൽ ലൈബ്രറി കൗൺസിലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ അഭിനന്ദനാർഹമായ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലും ലൈബ്രറികൾ ഉണ്ടാകുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് നമ്മളിപ്പം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം വാർഡുകൾ ഒഴികെ ബാക്കി മുഴുവൻ വാർഡുകളിലും ലൈബ്രറികളുള്ള ഒരു ജില്ല കൂടിയായി നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്.
താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി വേണുഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി സുജാത സ്വാഗതവും കെ ശിവദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. എം കെ രമേഷ് കുമാർ, പി കെ വിജയൻ, ടി പ്രകാശൻ മാസ്റ്റർ, വി കെ പ്രകാശിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുണ്ടയാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കടത്തിയ വാഹനം പിടികൂടി പിഴ ചുമത്തി. മുണ്ടയാട് നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും കടകളിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിതരണം ചെയ്യുന്നതിനിടയിലാണ് TK ഏജൻസീസിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. വാഹന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ചാല, വാരം, ചക്കരക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുപോവുകയായിരുന്ന നിരോധിത വസ്തുക്കളാണ് പിടികൂടിയത്. മുൻകൂട്ടി ഓർഡർ എടുത്ത് വിൽപ്പനയോഗ്യമായ മറ്റ് വസ്തുക്കളോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് നിരോധിത ക്യാരി ബാഗുകളും നൽകുന്നതായി സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 മാസത്തിനകം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ പിടികൂടുന്ന 4ാമത്തെ വാഹനമാണിത്. പരിശോധനയിൽ കെ സജിത, KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നബീലത്ത് CK എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആയുഷിൽ ഇടം നൽകണം ധർണയുമായി കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ. പാരമ്പര്യ നാട്ടുവൈദ്യ കളരി മർമ്മ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നും ആവശ്യം. തൊഴിലാളികൾക്ക് മിനിമം വേതനവും ഉറപ്പാക്കണം. ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടത്ത്. കണ്ണൂരിലെ എക്സൈസ് പരിശോധനയിൽ യുവാവും യുവതിയും കുടുങ്ങി. പ്രതികൾ പിടിയിലായത് കുറുവയിൽ നിന്നും. കൈവശം വൻതോതിലുള്ള MDMAയും ന്യൂജൻ ലഹരിയും. തൊഴിലാളി വിരുദ്ധ നടപടികൾ പ്രതിഷേധവുമായി ബാങ്ക് ജീവനക്കാർ. വഞ്ചനാ ദിനത്തിൽ ശാഖകൾക്ക് മുന്നിൽ ധർണ നടത്തി. ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാതിയിന്മേൽ തീർപ്പ് വേണമെന്നും ആവശ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 275 ഗ്രാമോളം MDMAയും 12 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവും യുവതിയും എക്സൈസ് പിടിയിൽ. കരിപ്പാൽ സ്വദേശി P. മുഹമ്മദ് മഷൂദ്,
അഴീക്കോട് നോർത്തിലെ ഇ സ്നേഹ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുറുവയ്ക്ക് സമീപത്തെ ലോഡ്ജിലും പ്രതികളുടെ വാഹനത്തിലും വീട്ടിലും നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഷാബു സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 4.8 ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. തുടർന്ന് ഇവരുടെ സ്കൂട്ടർ പരിശോധിച്ചതിൽ 12.446 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ട്. തുടർന്ന് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഴീക്കോട് ഭാഗത്തുള്ള യുവതിയുടെ വീട്ടിൽ വെച്ച് 184.43 ഗ്രാം മെത്താഫിറ്റമിനും 89.423 ഗ്രാം MDMAയുമാണ് പിടികൂടിയത്. കണ്ണൂർ ജില്ലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് അറസ്റ്റിലായ പ്രതികൾ. മുമ്പും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികൾ. കഴിഞ്ഞ വർഷം കണ്ണൂർ താളിക്കാവ് ഭാഗത്ത് വെച്ച് 207 ഗ്രാം മെത്തഫിറ്റമിൻ കൈവശം വെച്ച കേസിൽ ഒന്നാം പ്രതി മഷൂദ് 1 മാസം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. പ്രതികൾ ജില്ലയുടെ പല ഭാഗത്തും രാസലഹരികൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് ATS കേരളയുടെ സഹായം ലഭിച്ചിട്ടുള്ളതാണ്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തോണോളി, അനിൽകുമാർ PK, അബ്ദുൾ നാസർ RP, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ ഗാലിദ് T, സുഹൈൽ PP, ജലീഷ് P, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് C, ഷാമജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ, സായുജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സീമ P, ഷബിന, എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം ഗണേഷ് ബാബു PV എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികളെ കണ്ണൂർ JFCM സെക്കൻഡ് കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ വടകര NTPS കോടതിയിൽ നടക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് നെറ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ഷാഹിൽ പള്ളിക്കണ്ടിക്ക് കണ്ണൂരിലെ കായിക കൂട്ടായ്മ ഗുരുസ്മരണ സ്വീകരണം നൽകി. കണ്ണൂർ ചേംബർ ഓഫ് ഹാളിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടി പ്രൊഫസർ ഡോക്ടർ ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സിൽ കഴിവ് തെളിയിച്ചവർ ധാരാളമുണ്ടെങ്കിലും സ്പോർട്സിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഇവിടെ കുറവാണ്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലും കണ്ണൂരിലില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ സന്നദ്ധ സംഘടനകളും മറ്റും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ വരുംകാലങ്ങളിലും കായിക താരങ്ങൾക്ക് വളർന്നു വരുവാൻ കഴിയുകയുള്ളൂ. ഡോക്ടർ ജഗന്നാഥൻ പറഞ്ഞു. ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് 4 സ്വിമ്മിംഗ് പൂൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളത്. നമ്മളൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ 50 മീറ്റർ വേണം. 25 മീറ്ററിൻ്റെ പ്രൈവറ്റ് പൂളുകളാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. ഇവിടുത്തെ സ്വിമ്മിങ് നടത്തുന്നത് മമ്പറോ സ്കൂളിലാണ്. മമ്പറോ സ്കൂളിൽ ഒരു നല്ല സ്വിമ്മിംഗ് പൂൾ, അത് 25 മീറ്ററാണ്. എന്നിട്ടും കുട്ടികൾ നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പ്ലേസ് വരികയും ചെയ്യുന്നുണ്ട്. അതായത് 150 മീറ്ററിൽ നീന്തേണ്ട കുട്ടി 25 മീറ്ററിൽ നീന്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക വിഷമങ്ങൾ ഒരുപടിയുണ്ട്. 200 മീറ്ററിൽ ഓടിയിട്ട് 400 മീറ്ററിൽ ഓടുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക വിഷമങ്ങൾ വലിയതാണ്. കാരണം അത് ടെക്നിക്കലി അറിയുന്നവർക്കറിയാം. ഒരിക്കലും ആ ടൈം ചെയ്യാൻ പറ്റില്ല. 400 മീറ്ററിൽ 400 മീറ്റർ തന്നെ ഓടി പഠിക്കണം. 50-ലാണെങ്കിൽ 50 തന്നെ പഠിക്കണം. ഷാഹിലിന്റെ കഠിന പ്രയത്നത്തിന് ലഭിച്ച ഈ അംഗീകാരം കണ്ണൂരിലും സംസ്ഥാന തലത്തിലും നെറ്റ്ബോൾ എന്ന കായിക ഇനത്തെ കൂടുതൽ ഉന്നമനത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. ഗുരുസ്മരണ ജനറൽ കൺവീനർ സജീവൻ ചെല്ലൂർ സ്വാഗതം പറഞ്ഞു. ഗുരുസ്മരണ ചെയർമാൻ സുരേഷ് തമ്പൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് സതീഷ് കുമാർ PK വിമുക്തി മിഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സിൻ്റെ സൗകര്യങ്ങളുടെ അഭാവവും അതുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും അതിന് നമ്മൾ ഒത്തൊരുമയോടെ പ്രയത്നിക്കേണ്ട ആവശ്യകതയും ഇവിടെ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കറിയാം, സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നല്ല ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കായിക പ്രവർത്തനങ്ങളും കായിക വിനോദങ്ങളും വളരെ അത്യാവശ്യമാണ്. ഷാഹിൻ പള്ളിക്കണ്ടിയെ പൊന്നാട അണിയിച്ചു. തുടർന്ന് ചടങ്ങിൽ ഷാഹിൻ മറുപടി പ്രസംഗം നടത്തി. ടീം വർക്കിൻ്റെ ഒരു മികച്ച ഒരു നേട്ടമാണ്. ജഗന്നാഥ് സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിലൂടെയാണ് ഞാൻ രത്നാട്ടിനാന്ന് ശരിക്കും ജഗന്നാഥ് സാറാ ഫസ്റ്റ് വിളിച്ച് പറയുന്നത്. എന്നെ സ്പോർട്സ് കോട്ടയിൽ അന്ന് SM കോളേജിൽ ഞാൻ കയറുന്നത് ഗുസ്തിൻ്റെ പേരിൽ സ്പോർട്സ് കോട്ടയിലാണ്. അന്ന് മുതൽ കണ്ട ബന്ധാണ് സാറുമായിട്ട്. ഇന്ന് മറക്കാൻ പറ്റാത്ത, സാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മളെ കൈ പിടിച്ച് നമ്മളെ പല മേഖലകളിലും കൊണ്ട് അദ്ദേഹം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ഗുരുതുല്യ ഗുരു ആണ് ബഹുമാനപ്പെട്ട PK ജഗന്നാഥൻ സാർ. നേരത്തെ സാറും പറയുകയുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ കണ്ണൂരിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള കൂട്ടായ്മകൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇനിയും ഉയർന്നു വരണം. സത്യം പറഞ്ഞാൽ നിസാമെല്ലാം സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. OK വിനീഷ് സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. എന്നെ സംബന്ധിച്ചിട്ട് പേഴ്സണലി അവരെല്ലാം ആ സ്ഥാനത്തിരിക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നതും
അങ്ങനെയുള്ള ഇനിയും ആൾക്കാർ വന്നാലേ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് സ്പോർട്സിൻ്റെ വലിയ ചരിത്രമുറങ്ങുന്ന ഒരു ജില്ലയാണ്, മണ്ണാണ് കണ്ണൂർ. ഇനിയും അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സ്പോർട്സിന് ഒരുപാട് നമുക്ക് ഇനിയും ഡെവലപ്മെന്റ്സ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ, മെട്രോ പത്രം MD MP മുരളി, അഡ്വക്കേറ്റ് CK രാജൻ തുടങ്ങിയവർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്ത് തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപത്തിന് പകരം മലപ്പട്ടം അങ്ങാടിയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധി യാത്ര നടത്തിയ ശേഷമാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മലപ്പട്ടം ഇന്ന് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മലപ്പട്ടത്തിന് ഉണ്ടായിരുന്ന പേരുദോഷവും മാനക്കേടും മാറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. മാനം തെളിഞ്ഞിരിക്കുന്നു. മലപ്പട്ടത്തിൻ്റെ മാനം കാക്കാൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മലപ്പട്ടത്തുണ്ടായ മാനക്കേട്? ലോകത്തിന്റെ പ്രിയങ്കരനായ, ഭാരതത്തിന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ സമാധാനത്തിന്റെ വ്യക്താവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്തൂപമാണ്, മഹാത്മജിയുടെ സ്തൂപമാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ തകർത്ത് കളഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അത് കളങ്കം ചാർത്തിയ ഒരു രാത്രിയായിരുന്നുവെങ്കിൽ, ആ അക്രമത്തെ നാടാകെ അപലപിച്ചുവെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ അതിനുത്തരവാദികളായ ഭരണകക്ഷിയുടെ, സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ, ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വെല്ലുവിളിയുമായിട്ടാണ് മുന്നോട്ട് വന്നത്. കിഴുന്ന സെൻട്രൽ LP സ്കൂൾ വായനാ മാസാചരണത്തിന്റെയും ശതവാർഷികത്തിന്റെയും ഭാഗമായി രക്ഷിതാക്കൾക്ക് ഒരു കഥ പറയാനുണ്ട് എന്ന പരിപാടി സംഘടിപ്പിച്ചു. രാജീവൻ എടച്ചുവ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. കുടിക്കലിലെ പൈസ എണ്ണിയപ്പോൾ ഏകദേശം 2 വർഷം കൊണ്ട് ആ കുഞ്ഞു മനസ്സുള്ള സമയത്ത് തുടങ്ങിയ കുട്ടി ഈ പ്രായമാകുമ്പോഴത്തേക്കും 1128 രൂപ 50 പൈസ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് സംഖ്യ, കാരണം ഞങ്ങളാണ് അത് എണ്ണീറ്റ് കൊടുത്തത്. അപ്പോൾ അത് എണ്ണിയിട്ട് നമ്മൾ ഈ കുട്ടിയുടെ അമ്മയെ സഹായിക്കാൻ വേണ്ടി കൊടുത്തു. ഇതറിഞ്ഞിട്ട് നമ്മൾ ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി നമ്മൾ ആലോചിച്ചു, ഈ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, നാടറിയണം. അങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നു, ഓൺലൈൻ ചാനലിലൊക്കെ ഈ വാർത്ത വന്നു, വലിയ രീതിയിൽ ആളൊക്കെ അറിഞ്ഞു. നമ്മൾ കുറച്ച് പേര് കൂടി ഒത്തുപിടിച്ച് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ വാങ്ങി ഈ കുട്ടിയെ ഏൽപ്പിച്ചു. കാരണം അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു. ഇതിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അതും വലിയ രീതിയിൽ വാർത്തയായി. ഈ കുട്ടി ഒരു വാർത്താ ചാനലിലെ ആൾ വന്ന് ചോദിച്ചു, മോൻ എന്താകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. കുഞ്ഞുകുട്ടിയാണല്ലോ, കുഞ്ഞുകുട്ടിയോട് ചോദിച്ചു, മോൻ എന്താകാനാണ് ഇഷ്ടം? അപ്പൊ കുട്ടി പറഞ്ഞൊരു മറുപടി എന്താണെന്ന്, എനിക്ക് നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനുള്ള വാക്ക് എങ്ങനെയാണ് അവന് പറ്റുന്നത്? അപ്പൊ അവൻ പറയുകയാണ്, എനിക്ക് നല്ല മനുഷ്യനാണ്. അതുപോലെ വായന, പുസ്തക വായന, നമ്മളൊരു നല്ല മനുഷ്യനാണ്. മനുഷ്യൻ പറയുന്നത് പൂർണ്ണാർത്ഥത്തിലുള്ള. ജനു ആഴ്ചങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ കിഴുന്ന, പ്രധാന അധ്യാപിക KV ദീപ, VK മൃദുല, K രേഷ്മ, P നിഖില, MV അജിത, ധന്യ പ്രവീൺ, രജില, അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ വഞ്ചനാ ദിനം ആചരിച്ചു. കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കൂവേരി ഉദ്ഘാടനം ചെയ്തു. കാലാവധി കഴിഞ്ഞ് 38 മാസമായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക 29% അനുവദിക്കുക, ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി ബാങ്കിന് കീഴിലാക്കുക, ബാങ്കിനെ ശക്തിപ്പെടുത്താനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുക, കണ്ടിജന്റ് ജീവനക്കാരോടുള്ള അനീതി അവസാനിപ്പിക്കുക, പ്രൊമോഷൻ പരീക്ഷയിലെ അനീതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ ധർണ നടത്തിയത്. ഒരു തൊഴിലാളി പ്രസ്ഥാനം പരസ്പരം തൊഴിലാളി സംഘടനകൾ ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ധാരണകൾക്ക് വിരുദ്ധമായി ഒരു മറുപടി പോലും നൽകാതെ സമരത്തിന്റെ പാതയിൽ നിന്നും ഒളിച്ചോടി ഞങ്ങളെ മാത്രമല്ല വഞ്ചിച്ചത്, ഈ കേരള ബാങ്കിലെ മുഴുവൻ ജീവനക്കാരെയും വഞ്ചിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എംപ്ലോയീസ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരില്ലെങ്കിലും ഞങ്ങൾ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും.
ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം അനുവദിക്കുമ്പോൾ അത് ഞങ്ങളുടെ കൂടെ മേന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇറക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സംഘടന എന്ന നിലക്ക് മാത്രമേ ഞങ്ങൾ അവരെ കാണൂ. ഇപ്പോഴും പ്രതികാര നടപടികൾക്ക് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ നേതൃത്വം നൽകുകയാണ്. ഞങ്ങൾക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, ഇതിനു മുമ്പുള്ള ആളുകളോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും. ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ പ്രതികാര നടപടികൾ പണ്ട് നടത്തിയിട്ട് അവർക്കുണ്ടായ അനുഭവം അവരോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കൂ. ജില്ലാ പ്രസിഡന്റ് ഹഫ്സ മുസ്തഫ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി സാജിദ് സ്വാഗതം പറഞ്ഞു. പി സുനിൽകുമാർ, AK സതീശൻ, പ്രദീപ് കക്കറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കണ്ണൂർ ശാഖയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ബെഫി ജില്ലാ പ്രസിഡന്റ് CP സൗന്ദർരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കുക, അന്യായമായ ശിക്ഷാ നടപടികൾ പിൻവലിക്കുക, ജാതി അധിക്ഷേപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, കരാർ ലംഘനങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടന്നത്. ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരായി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ കണ്ണൂർ ശാഖയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ജാതി അധിക്ഷേപം നടത്തിയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും കായികമായി ആക്രമിച്ചും അവരുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ ബാങ്കിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ടാർഗറ്റുകൾ ജീവനക്കാർക്ക് നൽകിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ നടപടികൾക്കെതിരായി ഏതെങ്കിലും രീതിയിൽ പ്രതികരണം നടത്തിയാൽ അവരുടെ വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തും ജീവനക്കാരെ ദ്രോഹിക്കുക എന്ന സമീപനമാണ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരായി അതിശക്തമായ സമരവുമായി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ സമരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ നാളെ എറണാകുളത്ത് റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കാനും തുടർന്ന് സംസ്ഥാനത്താകെ വിപുലമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ M അരുൺ അധ്യക്ഷത വഹിച്ചു. M ജിഷ, M മനീഷ്, K പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കിഴുന്ന സൗത്ത് UP സ്കൂളിലെ 1982 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഓർമ്മച്ചെപ്പ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൂടെയും സമ്മാനമായി നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഓർമ്മച്ചെപ്പിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ ഒരു തണൽ മരവും നട്ടു. പരിപാടിയിൽ ഓർമ്മച്ചെപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ സുജേഷ് RK, സുകേഷ് ബാബു, ആരിഫ് KV, ലത പ്രമോദ്, ഷഹനാസ് നിസാർ, വിനിത PK, ഷീബ നമ്പ്യാർ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. റാഷിദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാഞ്ഞിരോട് KMJ വുമൺസ് ഇസ്ലാമിക് ആർട്സ് കോളേജിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് പെൺമക്കൾക്കൊക്കെ ഈ വിദ്യാഭ്യാസം നൽകുവാൻ പരിശുദ്ധമായ ദീനിൽ ഊന്നിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകുവാൻ തയ്യാറാണ്. ഫതില മാത്രമല്ല മഹദിയെ പോലെയുള്ള അങ്ങനത്തെ ഒരുപാട് സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് വിശുദ്ധമായ സംസ്ഥകളുടെ സമീപത്തിലുള്ള വലിയൊരു തുടക്കം അതിനെക്കുറിച്ച് ഇന്നത് വലിയ ഒരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ്. വിശുദ്ധമായി ദീന വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നതൊക്കെ നമുക്കറിയാം. അതിൻ്റെ പുറമെ നമ്മുടെ മക്കൾക്ക് ദീന നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ ദീന കിതാബുകൾ പഠിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ട, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട, എന്നാൽ അതൊക്കെ പകർത്തിക്കൊണ്ട് മറ്റു വിദ്യാഭ്യാസം കൂടി നേടാനുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത് വലിയ വിജയമായിക്കൊണ്ടിരിക്കുക. പ്രിൻസിപ്പാൾ നൌഫൽ ഖുദവി സ്വാഗതം പറഞ്ഞു. ജമായുദ്ദീൻ മണ്ണാർക്കാട് വിഷയാവതരണം നടത്തി. മഹൽ ഖത്തീബ് മുഹമ്മദ് ഫൈസി, സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ, കൺവീനർ PC അഹമ്മദ് കുട്ടി, വൈസ് പ്രസിഡന്റ് MP നിമ്രാസ്, PK മുസ്തഫ, റഷീദ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സീബ്ര ലൈനിൽ പോലും റോഡ് മുറിച്ചു കടക്കാനാവാതെ ജനങ്ങൾ. ട്രാഫിക് നിയമങ്ങളെല്ലാം കാട്ടിൽ പരത്തിയാണ് കണ്ണൂരിൽ വാഹനങ്ങളുടെ തലങ്ങും വിലങ്ങുമുള്ള ഓട്ടം. ഇരുകാലുകളിലും പ്ലാസ്റ്ററുമായി റോഡ് മുറിച്ചു കടക്കാൻ നന്നേ പാടുപെടുന്ന ഒരു വൃദ്ധനായിട്ടുകൂടി ഇരുചക്ര വാഹനങ്ങൾ അടക്കം നിർത്താതെ പോകുന്ന കാഴ്ച കാണാം. ജില്ലാശുപത്രിക്ക് മുന്നിലെ ആ ദയനീയ കാഴ്ച.
ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറബിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,070, പവന് 72,560 രൂപ, വെള്ളി 118 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയുഷിൽ ഇടം നൽകണം ധർണയുമായി കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ. പാരമ്പര്യ നാട്ടുവൈദ്യ കളരി മർമ്മ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നും ആവശ്യം. തൊഴിലാളികൾക്ക് മിനിമം വേതനവും ഉറപ്പാക്കണം. ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടത്ത്. കണ്ണൂരിലെ എക്സൈസ് പരിശോധനയിൽ യുവാവും യുവതിയും കുടുങ്ങി. പ്രതികൾ പിടിയിലായത് കുറുവയിൽ നിന്നും. കൈവശം വൻതോതിലുള്ള MDMAയും ന്യൂജൻ ലഹരിയും. തൊഴിലാളി വിരുദ്ധ നടപടികൾ പ്രതിഷേധവുമായി ബാങ്ക് ജീവനക്കാർ. വഞ്ചനാ ദിനത്തിൽ ശാഖകൾക്ക് മുന്നിൽ ധർണ നടത്തി. ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാതിയിന്മേൽ തീർപ്പ് വേണമെന്നും ആവശ്യം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.